ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് യുവ എഴുത്തുകാരി സബീക ഫൈസൽ തന്റെ 2 പുസ്തകങ്ങളാണ് ഇത്തവണ പ്രകാശനം ചെയ്തത്. കവിതയെ ഭക്തിയോടും പ്രണയത്തോടും ചേർത്ത് നിർത്തി എഴുതുന്ന യുവ എഴുത്തുകാരി, കവിതയെ ജീവിതത്തോടും പ്രാർത്ഥനയോടും ചേർത്ത് നിർത്തുന്ന എഴുത്തിന്റെ ഭംഗിയാണ് തൃശൂർ ചേറ്റുവ സ്വദേശിയായ സബീക ഫൈസലിനെ ശ്രദ്ധേയയാക്കുന്നത്. സബീക ഫൈസലിന്റെ മിഷ്കാത്ത്, അള്ളാഹുവിന്റെ 99 നാമങ്ങൾ കവിതകളിലൂടെ ഒരു സഞ്ചാരം. തീർത്തും വ്യത്യസ്തമായ ഒരു കവിതാ സമാഹാരമാണ് ഇത് അല്ലെ. കേൾക്കാത്ത ഒരു രീതി, ഒരു പ്രാർത്ഥനയോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരു കവിതകളായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എന്താണ് ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കാനുള്ള ഒരു സാഹചര്യം? അള്ളാഹുവിനെ കുറിച്ച് എല്ലാവരും അറിയണം. നാമത്തിനുമുള്ള പ്രത്യേകതകള്, ദൈവം എന്നാൽ മതമാണെന്നും മതം എന്നാൽ ദൈവമാണെന്നുള്ള ഒരു വിശ്വാസം ഇനിയുള്ള തലമുറയ്ക്ക് വേണ്ട ഒരേ ഒരു ദൈവം നമ്മളെല്ലാവരും എന്നുള്ളൊരു സന്തോഷം, അതിൽ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം. സബീകയുടെ മിഷ്കാത്ത് എന്ന കൃതി ഭക്തിയുടെ സൗന്ദര്യമാണ് വായനക്കാർക്ക് സമ്മാനിക്കുന്നത്. ഹരിതം ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകത്തെ വേറിട്ട് നിർത്തുന്നത് അതിന്റെ പ്രമേയമാണ്. അള്ളാഹുവിന്റെ 99 നാമങ്ങളായ അസ്മാഉൽ ഹുസ്നയെ ആഴത്തിലും സൗന്ദര്യത്തിലും ആവിഷ്കരിക്കുന്ന കവിതകളുടെ സമാഹാരമാണ് ഇത്. 102 കവിതകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ 103 എന്ന് പറയാം. ഓരോ എഴുത്തിനും ഓരോ ഉദ്ദേശങ്ങളുണ്ടാവും. മിഷ്കാത്ത് എന്ന പുസ്തകത്തിന്റെ ഉദ്ദേശം ഒരു പുസ്തകം ആക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, പക്ഷെ പുസ്തകത്തിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാവരിലേക്ക് എത്തപ്പെടുക, ജാതി മത ഭേദമന്യേ ദൈവം എന്താണെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാനും ഈ വരുന്ന തലമുറയ്ക്ക് ഒരു സഹായം എന്നുള്ള രീതിയിലും ഒരു സന്തോഷം എന്നുള്ള രീതിയിലും മാത്രമാണ് ഞാൻ ഈ പുസ്തകത്തിനെ കാണുന്നത്. ഇനി മറ്റൊരു പുസ്തകം കൂടി പ്രസിദ്ധീകരിക്കാനിരിക്കുന്നുണ്ട് അല്ലെ? അതിന്റെ വിശേഷങ്ങളൊന്ന് കേൾക്കാം. അത് കൈരളി ചെയ്യുന്ന പ്രണയക്കനികൾ എന്നുള്ള ഒരു പുസ്തകമാണ്. അതും കവിതകളാണ്. മിഷ്കാത്തിന് പിന്നാലെ സബീക ഫൈസലിന്റെ 5ാമത്തെ പുസ്തകം പ്രണയക്കണികൾ ഷാർജ പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്തു. ഭക്തിയിൽ നിന്നും മാറി പ്രണയത്തിന്റെ തീവ്രമായ അനുഭവമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന പ്രമേയം. പ്രണയിക്കുക, പ്രണയിക്കപ്പെടുക എന്നത് ഏതൊരാളുടെയും ആഗ്രഹമാണ്. പ്രണയത്തിന്റെ ചവർപ്പും മധുരവുമെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന വായനാ അനുഭവമാണ് പ്രണയക്കനികൾ നൽകുന്നതെന്ന് എഴുത്തുകാരി അഭിപ്രായപ്പെട്ടു. കാവ്യഭാവനയും ആത്മീയതയും പ്രണയവും സമന്വയിപ്പിക്കുന്ന ഈ യുവ എഴുത്തുകാരിയുടെ പുതിയ കൃതി വൻ വിജയമാകുമെന്ന പ്രതീക്ഷയിലാണ് വായനാലോകം. നിന്നേക്കാൾ എന്നെ പ്രണയിക്കാൻ ആർക്കാണാവുക? നീ എന്ന നിത്യതയേക്കാൾ എനിക്ക് ആരെയാണ് പ്രണയിക്കാനാവുക? ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ നിന്നും ഷെറീന ബഷീർ, വേൾഡ് വിഷൻ.